യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ നമ്മെ വിരിഞ്ഞു മുറുക്കുമ്പോൾ, ജീവിതത്തിൻ്റെ ചില പ്രത്യേക സാഹചര്യത്തിൽ നിരാശയിലേക്ക് നാം പോവുകയാണെങ്കിൽ, പ്രത്യാശയായി വലിയൊരു സംരക്ഷണത്തിൻ്റെ വചനമാണ്, വാഗ്ദാനമാണ് ഇന്ന് നമുക്ക് വാഗ്ദത്ത വചനമായി തരുന്നത്. അതായത് പ്രഭാഷകന്റെ പുസ്തകം 34 അധ്യായം 14-15 അവിടെ പറയാണ്, ദൈവഭക്തൻ്റെ ജീവൻ നിലനിൽക്കും, ഒരു തരത്തിൽ നമ്മൾ പേടിക്കേണ്ട. രണ്ടാമത്, അങ്ങനെ ജീവൻ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 15-ാം വാക്യം, അവൻ്റെ പ്രത്യാശ അവൻ്റെ രക്ഷകനിലാണ്. പ്രിയമുള്ളവരെ, ഏത് നിരാശയുടെ, ഭയത്തിൻ്റെ, തകർച്ചയുടെ അവസ്ഥ നിന്നെ കീഴടക്കുമ്പോഴും, നീ വിചാരിക്കാത്ത കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോഴും, നിന്റെ കണക്ക് കൂട്ടുകളെല്ലാം തെറ്റുമ്പോഴും ഓർക്കുക പ്രിയമുള്ളവരെ, നീ നിരാശപ്പെടേണ്ട. അങ്ങനത്തെ ഒരു പ്രതീക്ഷയുടെ വാഗ്ദത്തത്തിൻ്റെ വചനമാണ് തരുന്നത്. എന്താണിത്? കർത്താവിനെ ഭയപ്പെട്ടാൽ മതി, വേറെ ആരും ഭയപ്പെടേണ്ട. കർത്താവിൽ ആശ്രയിച്ചാൽ മതി, അവനെല്ലാം തന്ന് നമ്മെ അനുഗ്രഹിക്കും. പ്രത്യാശ നമ്മുടെ ദൈവത്തിൽ വച്ചുകൊണ്ട് മുന്നേറുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, ഒന്നിനെക്കുറിച്ചും ഭയപ്പെടേണ്ട, ഒന്നും സംഭവിക്കില്ല. എല്ലാ തരത്തിലും കർത്താവ് എനിക്ക് സുരക്ഷിതത്വം നൽകി എന്നെ അനുഗ്രഹിക്കും. നിങ്ങളുടെ നിയോഗങ്ങൾ, ഒരുപക്ഷെ നിൻ്റെ ഭയം തരുന്ന അവസ്ഥകൾ ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിച്ച ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മറക്കരുത്, എല്ലാ തരത്തിലും നിനക്ക് സുരക്ഷിതത്വവും ധൈര്യവും എല്ലാം തരും. ദൈവമായുള്ള ബന്ധം ആഴപ്പെടുത്തുക. അച്ഛനീശ്വരാശുവാൻ തരാം. നമ്മുടെ കർത്താവായ ശമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.